Hi friends, welcome to our channel. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെയാണ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഓഫറിൽ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ബ്രാ പാൻറ്റീസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത് ഷൈവേ എന്നാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ ഷൈവേന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം ആയി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ച ആ ഓർഡറിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ സൈഡിലായിട്ട് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാസ് ആണ്. നല്ല എന്താ പറയുക, ഇടാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഒക്കേഷൻ വെയറിന് നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ വെയറിനൊക്കെ നല്ല കപ്പ് സൈസ് ഉള്ളതൊക്കെ മേടിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അന്ന് അതിൽ അങ്ങനത്തെ നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം എടുത്തേക്കുന്നത് കൂടുതലും ഡെയിലി വെയർ നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ജിമ്മിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് സ്പോർട്സ് വെയറും എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പൊ ഇതിന്റെ ഓഫറിന്റെ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 2 മേടിക്കുമ്പോൾ 3 ഫ്രീ ഉള്ള ആ ഒരു ഓഫറാണ് ഞാൻ എടുത്തേക്കുന്നത്. അല്ലാതെ വേറെയും ഓഫേഴ്സ് ഒരുപാടുണ്ട്. പിന്നെ ഞാൻ കണ്ടൊരു ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 999 രൂപ വരുന്ന ആ ഒരു ഓഫറും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്റെ സൈസൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് സൈസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ പാറ്റേൺസ് ഞാൻ നോക്കിയപ്പോൾ 2 എടുക്കുമ്പോൾ 3 ഫ്രീ ഉള്ള ആ ഒരു ഓഫറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 എടുക്കുമ്പോൾ 3 ഫ്രീ എന്നൊരു ഓഫർ പറയുമ്പോൾ ഒരു 800 രൂപയുടെ ഒരു ബ്രാ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 500 രൂപയുടെ ബ്രായും നമ്മൾ എടുക്കാന്ന് വെച്ചാൽ MRP ആണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ 800ന്റെ ഒരു 2 ബ്രാ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്രയായി? 1600 രൂപ. 1600 രൂപയ്ക്ക് ഒരു 5 ബ്രാ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഓഫർ വരുന്നത്. 2 എടുക്കുമ്പോൾ 3 ഫ്രീ എന്നുള്ളതാണ്. അപ്പൊ 2 MRP ആയിരിക്കും അവർ കൂട്ടുന്നത്. കൂടിയ റേറ്റ് ഏതാണോ അതായിരിക്കും ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ അങ്ങനെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സ്പോർട്സ് വെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് 2 പാന്റ് എക്സ്ട്രാ ഫ്രീ ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാന്റ് ഇതുവരെ ഷൈവേന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫ്രീ കിട്ടിയതിന് ശേഷം ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ കിട്ടിയപ്പോൾ സൂപ്പർ ആയിട്ടുള്ള സാധനം. അപ്പൊ നമുക്ക് ഒരു ബോക്സ് നിറയെ നമ്മുടെ സാധനങ്ങൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ചധികം പ്രാവശ്യം മേടിച്ചു കേട്ടോ. കാരണം ഞാൻ പ്രഗ്നൻസി ടൈമിലാണ് ലാസ്റ്റ് ടൈം നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും നാളും ഞാൻ അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഫീഡിങ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നാശമായി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ച് ക്വാളിറ്റിയുള്ള കുറച്ചുകൂടി നല്ലത് നോക്കി മേടിക്കായിരുന്നു. ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഫീഡിങ് ഓപ്ഷനുള്ള ബ്രാസ് ആണ്. അപ്പൊ ഇനിയിപ്പോ ഫീഡിംഗ് ഒക്കെ കുറച്ച് കൊണ്ടുവരാണല്ലോ. 1 വയസ്സ് കഴിഞ്ഞ് നോക്ക്. അപ്പൊ അതുകൊണ്ട് നിർത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ കുറച്ച് കൊണ്ടുവരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോർമൽ ആയിട്ടുള്ള ബ്രാസിലേക്ക് മാറാൻ സ്വിച്ച് ചെയ്യാൻ സമയമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഷൈവേന്ന് കുറെ നോക്കാന്ന് വിചാരിച്ചത്. അതും ക്വാളിറ്റി ഒക്കെ തന്നെ മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത്രയും കംഫർട്ടബിളും നമുക്ക് നോക്കണം. അപ്പൊ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഞാൻ എക്സൈറ്റഡ് ആണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത് സ്പോർട്സ് ബ്രാ ആണ് കേട്ടോ. ഞാൻ അതിന്റെ ഫോട്ടോസ് ഈ സൈഡിലായിട്ട് കാണിക്കാം, നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി. അപ്പം ഈ സ്പോർട്സ് ബ്രായും 2 1049 രൂപയ്ക്ക് അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ സ്പോർട്സ് ബ്രാ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ഒരെണ്ണത്തിന് തന്നെ 999 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്പോർട്സ് ബ്രാ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പൊ ഞാൻ ഓഫർ ഉള്ളത് നോക്കിയിട്ടാണ് മേടിച്ചത്. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ആഷ് കളർ വരുന്നതാണ്. പക്ഷെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു ചെറിയൊരു ആഷ് കളർ അല്ല, വേറൊരു ഷെയ്ഡായിരുന്നു. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ആഷ് ബ്ലൂ എന്നൊക്കെ നമ്മൾ പറയില്ല, ആഷ് ബ്ലൂ പോലത്തെ അങ്ങനത്തെതാണ് കേട്ടോ. ഇത് സീംലെസ് ടൈപ്പ് ആണ്. നല്ല ക്വാളിറ്റിയാണ്. കപ്പ് നമുക്ക് റിമൂവ് ചെയ്തും അല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കപ്പ് എക്സ്ട്രാ ഉണ്ട്. അത് വേണമെങ്കിൽ അത് വെച്ചിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെയും യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഹോൾസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത്. പക്ഷെ അടിപൊളി ക്വാളിറ്റിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല സ്ട്രെച്ചബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് എടുക്കാം. സൈസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതും നമുക്ക് ഓൾറെഡി ഷൈവേയുടെ ആപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. അടിയിൽ നല്ല വീതിയിലുള്ള എന്താണ് ഒരു പട്ട പോലെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൊട്ടക്ഷനും കിട്ടും. ജിമ്മിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയാണ്. അപ്പൊ ഞാൻ വയറ് കുറയ്ക്കാനുള്ള കുറെ എക്സസൈസ് ഇപ്പൊ ചെയ്യലുണ്ട്. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഞാൻ അങ്ങനെ അധികം വയറ് ഒതുക്കിയിട്ടൊന്നുമില്ല. കണ്ടംകുളത്തിലായിരുന്ന സമയത്ത് ചെയ്തതല്ലാതെ പിന്നെ ബെൽറ്റ് യൂസ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ഇപ്പൊ വയറ് നന്നായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് കുറയ്ക്കുന്നുണ്ട്. നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ സ്പോർട്സ് ബ്രാ മേടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം അവരെ നിന്ന് മേടിച്ചത്. നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ളതാണ്. ഇതിന്റെ വേറെ കുറെ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ ബ്ലാക്ക് എടുക്കാനാണ് തോന്നിയത്. ഇതും കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് വരുന്നത്.
ബാക്ക് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെറിയൊരു എന്താ പറയുക ഒരു ഹോളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിന് നമുക്ക് സാധാരണ പോലെ മെഷർമെന്റ് എടുത്തതിന് ശേഷം ഇതിന് വരുന്നത് ഈ സ്പോർട്സ് ബ്രാക്ക് വരുന്നത് സ്മാൾ, മീഡിയം, ലാർജ് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ എന്റേത് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് മീഡിയം ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ര. ഇത് 2 എണ്ണത്തിന് 1049 എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ സ്ക്രീനിലായിട്ട് വേണമെങ്കിൽ കാണിക്കാം. ഇതും ഓഫറിനാണ് മേടിച്ചത്. സിംഗിൾ ആയിട്ട് മേടിക്കണമെങ്കിൽ അതിന് തന്നെ കൊടുക്കണം 1000 രൂപ. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് എവറി ഡേ യൂസ് ചെയ്യുന്ന ബ്രാസ് ആണ്. അതും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ സിംഗിൾ പീസ് ആയിട്ടൊക്കെ മേടിക്കുമ്പോൾ ഇതിന്റെ റേറ്റ് 749 വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഓഫറിനുള്ള ഇത് നോക്കിയിട്ടാണ് മേടിച്ചത് കേട്ടോ. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം ഫുൾ കവറേജ് നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് ടീഷർട്സിന്റെ ഒപ്പം ഇടാൻ പറ്റിയിട്ടുള്ള ബ്രാസാണ് ഞാൻ കൂടുതൽ വീട്ടിൽ ടീഷർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കംഫർട്ടബിൾ ആക്കി നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതുപോലെ എന്താ സുഖം എന്നറിയും നമുക്ക് ഈ ഒരു വേനൽ സീസണിൽ നമുക്ക് അടിപൊളിയായിട്ടും സമ്മർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം ചൂടാണ് ഈ ഒരു കാലാവസ്ഥ. അപ്പൊ അപ്പോഴൊക്കെ ഇടാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് ഡബിൾ ലെയർ ആണ് കേട്ടോ വരുന്നത്, സിംഗിൾ ലെയർ അല്ല. അതാ കണ്ടോ, 2 ഡബിൾ ലെയർ ആണ് വരുന്നത്. അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ. ഇത് 5 2 എടുക്കുമ്പോൾ 3 ഫ്രീ ഉള്ള കോംബോയിൽ മേടിച്ചതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഒരു സ്കിൻ ഷെയ്ഡിലുള്ളതാണ് കേട്ടോ. മാക്സിമം നമ്മൾ സ്കിൻ ഷെയ്ഡിലേക്ക് സ്വിച്ച് ചെയ്യുക. കാരണം നമുക്ക് ഏത് ഡ്രസ്സിന്റെ ഒപ്പം ഇടാനും കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ നിഴലടിക്കുക അങ്ങനെ ഒന്നും വരില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ എന്താ പറയാ, നമ്മളിപ്പം ഏതെങ്കിലും വൈഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പം സെന്ററിൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു ഇതുപോലെയുള്ള ഒരു ഇത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കില്ലേ, വൈഡ് നെക്കിനൊപ്പം ഒരു ചെറിയ പീസ് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതുപോലെ ഒരു മോഡൽ വരുന്നതാണ്. ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് മനസ്സിലാവില്ല. ഇട്ടിരിക്കുന്ന പിക്ചേഴ്സൊക്കെ ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഡബിൾ ലെയർ ആണ് കൊടുത്തേക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്. അടിപൊളി കോട്ടൺ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് സിംഗിൾ പീസ് ആയിട്ട് വരുന്നത് 749 ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ 5 എണ്ണം ഉള്ള ആ ഒരു ഒറ്റ ഓഫറിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഞാൻ ഒരേ ഇതിൻ്റെത് തന്നെ ഇതൊന്നും കപ്പ് ഇല്ലാത്തതൊക്കെയാണ് എടുത്തത്. ഡെയിലി വെയറിന് നമുക്ക് കപ്പിന്റെ ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിയോ അങ്ങനെ ഒക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം കപ്പ് സൈസ് യൂസ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നോക്കിയെടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ 2 എണ്ണം ഉള്ള ഒരു സെയിം തന്നെ ഒരേന്നിന്റെ 2 എണ്ണം ഉള്ളത് 2 ഷെയ്ഡ് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ലൈറ്റ്ലി പാഡഡ് ആണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്. ഒരെണ്ണം ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ സ്കിൻ ഷെയ്ഡിലാണ് എടുത്തേക്കുന്നത്. ഞാൻ മാക്സിമം അങ്ങനെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് നോക്കിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഡെയിലി വേറെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ അടിയിൽ വേറെ ഇന്നേഴ്സ് മാറാൻ നിൽക്കണ്ടല്ലോ. കുറച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് എടുത്തത്. പിന്നെ ഇതിന്റെ സിംഗിൾ റേറ്റ് 949 ആണ്. അപ്പൊ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി വന്നിട്ടുള്ളതാണ്. ലൈറ്റ്ലി പാഡറാണ് കേട്ടോ, കാണുന്ന പോലെയല്ല. ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര അണ്ടർ വയേർഡ് അല്ല. അണ്ടർ വയേർഡ് നമുക്ക് കുറച്ച് ഇട്ട് കഴിയുമ്പോൾ രാത്രിയിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതിന്റെ ആ ഒരു അണ്ടർ വയേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലൊരു ചെറിയൊരു കമ്പിയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കേഷനൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ ഇത് ഞാൻ നോർമൽ ആയിട്ടുള്ള ചെറിയ ലൈറ്റ്ലി പാഡഡ് ആയിട്ടുള്ളതാണ്. ഇതൊരു സ്കിൻ ഷെയ്ഡ്. അതുപോലെ തന്നെ ഇത് വന്നിട്ടൊരു എന്താ പറയുക ഒരു ആഷ് കളർ, ഒരു ഗ്രേ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഇത് രണ്ടും സെയിം ബ്രാൻഡിന്റെ തന്നെയാണ്. സെയിം റേറ്റ് ഞാൻ പറഞ്ഞ മാതിരി സെയിം തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഒരു പിങ്ക്, റാണി പിങ്ക് ഷെയ്ഡിലാണ്. എനിക്ക് പൊതുവെ അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇത് കണ്ടപ്പം പിന്നെ ഞാൻ അതിനകത്ത് സൈസ് നോക്കിയപ്പോഴും ഈ ഷെയ്ഡിന്റെ സൈസ് ഉള്ളൂ. അപ്പൊ ഇത് ഇതുപോലെയാണ്. ഇതെല്ലാത്തിനും എന്താ പറയാ 2 ഹൂക്ക് വരുന്നതാണ്. ട്രിപ്പിൾ ഹൂക്ക് വരുന്ന മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് വരുന്നത് ഇതുപോലെയാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഡബിൾ ലെയർ ആണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഡബിൾ ലെയർ ആണ് കൊടുത്തേക്കുന്നത്, മെറ്റീരിയൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇടാനായിട്ട് നമ്മൾ കാണുന്നത് പോലെ ആണോന്ന് എനിക്ക് അറിഞ്ഞില്ല. സ്ക്രീനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുകയെന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ ഇട്ടിട്ടുള്ള പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇനി ഇതൊക്കെ വാഷ് ചെയ്യുന്നതിന്റെ രീതിയും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇതിനകത്ത് തന്നെ തരും. ഇതങ്ങനെ മെഷീൻ വാഷ് ചെയ്യാത്തതിനേക്കാളും നല്ലത് നമ്മൾ ഷാമ്പു വാഷ് ചെയ്യുന്നതാണ്. കല്ലിട്ട് ഉരച്ചൊന്നും കഴുകരുത്, വെള്ളത്തിലിട്ട് മുക്കുക. കൈകൊണ്ട് നമ്മൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴുകി അപ്പോഴേ
നിഴലിൽ ഉണക്കുന്നതായിരിക്കുന്നത്. ഭയങ്കര വെയിലത്തിടാതെ നോക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് 799 രൂപയാണ് കേട്ടോ, സിംഗിൾ പീസ് ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ ഇത്രയും മേടിച്ചപ്പോൾ എനിക്ക് 2 പാൻറ്റി എക്സ്ട്രാ കിട്ടി. അപ്പൊ ഞാൻ എല്ലാം കൂടെ ഒരു 2000 സംതിങ്ങിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2500 എബോവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് പാൻറ്റി എക്സ്ട്രാ കിട്ടും. 2500 ആണോ 1500 ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. അപ്പൊ 2 പാൻറ്റിയാണ് നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത്. സോറി, എടുത്തതല്ല, ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഇതായത് കേട്ടോ, ഭയങ്കര കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ഇടാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്താ പറയാ, ഇതാണ്ടോ നല്ല മെറ്റീരിയൽ. ഇതിന്റെ കളർ ഫെയ്ഡ് ആവുമോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് പർച്ചേസ് ചെയ്യും എന്തായാലും. എവറിഡേ ബ്രാസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കാം. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കണ്ടിട്ട് എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. കാരണം അവരുടെ പാൻറ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. പക്ഷെ ഒരു കിട്ടി നമ്മൾക്ക് കാണുമ്പോൾ ഒരു ഇത് ഫീൽ ചെയ്യൂലേ, അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ക്വാളിറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതുപോലെയാണ് ഉള്ളത് കേട്ടോ. സെയിം ഒരേപോലത്തത് തന്നെയാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ മാറ്റമൊന്നുമില്ല, ഒരേപോലെ തന്നെ 2 എണ്ണമാണ് കിട്ടിയേക്കുന്നത്. പക്ഷെ കണ്ടിടത്തോളം ഇത് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം. HOME100 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾ 1000 രൂപയ്ക്ക് എബോവ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ഓഫ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം, നമ്മുടെ മേടിച്ചിരിക്കുന്ന പ്രോഡക്റ്റിന്റെ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിലായിട്ടും കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പർച്ചേസ് ആണ് ഷൈയവേന്ന്. അടിപൊളി ക്വാളിറ്റിയാണ്. അന്ന് മുതൽ ഇതുവരെയും ഞാൻ യൂസ് ചെയ്യുന്നത് ഷൈയവയുടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഫീഡിങ് സമയത്ത് ഫീഡിങ് ബ്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും യൂസ് ചെയ്യും. അതിപ്പോൾ ഞാൻ 3-4 എണ്ണേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഈ ഷൈയവയുടെ ഉള്ളത് കൊണ്ട് തന്നെ അത് വെച്ചിട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോർമലിലേക്ക് സ്വിച്ച് ചെയ്യാൻ സമയമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എവറിഡേ നോക്കിയിട്ട് മേടിക്കാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചത് എവറിഡേ അല്ലായിരുന്നു, കൂടുതലും പാഡ് ഉള്ളതും അതുപോലെ തന്നെ ഫംഗ്ഷൻ ഒക്കേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതായിരുന്നു. അത് നിങ്ങൾ ഹോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ കാർട്ടിൽ കൊടുക്കാം, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അത് അടിപൊളിയാണ്. അത് കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുക പാർട്ടി ഒക്കേഷൻ കുറച്ച് പാഡഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനത്തതാണ്. പിന്നെ അപ്രാവശ്യം മേടിച്ച സ്പോർട്സ് ബ്രാ അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞാൻ ഒരെണ്ണം സ്ഥിരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും എക്സസൈസ് ചെയ്യുമ്പോൾ അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്റെ കയ്യിൽ അങ്ങനെ സ്പോർട്സ് ബ്രാ അധികം ഇല്ല. ഇപ്പൊ ഒരു 3-4 എണ്ണം അടുത്തായിട്ട് മേടിച്ചു. ഇത് 2 എണ്ണം, അന്ന് മേടിച്ച 2 എണ്ണം. പിന്നെ ഞാൻ വേറെ എവിടെ നിന്നോ മീഷോന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് ബ്രാസ് ഉണ്ട്. എന്തായാലും ക്വാളിറ്റി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ. അതുവരേക്കും